Ahlan Habibi. So welcome to another episode of Palavaga podcast. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അനിത സിബിച്ചൻ. സെബാസ്റ്റ്യൻ അല്ല സിബിച്ചൻ. ഓക്കെ, അനിത ഇവിടെ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. സോ ഇവിടെ നേഴ്സിംഗ് മേഖലയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അനിത ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സോ വെൽക്കം അനിത. അപ്പോൾ അനിത സൗദിയിൽ വന്നിട്ട് ഇപ്പോൾ എത്രയായി? ഞാൻ സൗദിയിൽ വന്നിട്ട് ഇപ്പം 4 വർഷം ആകുന്നു. 2022 കയറി വന്നതാണ്. 2022. അനിത എന്നേക്കാളും എക്സ്പീരിയൻസ്ഡ് ആണ്. സോ അനിത ഏത് മേഖലയിലാണ് നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ അത് ഏത് മേഖലയാണ് എടുത്ത് പഠിച്ചത്, എങ്ങനെയാണ്, എവിടെയാണ് പഠിച്ചത്? +2 നമ്മൾ സയൻസ് എടുത്ത് പഠിക്കുക. BSc നഴ്സിംഗിന് സയൻസ് ആണ് ബെറ്റർ. BSc നഴ്സിംഗ് സയൻസ് എടുത്ത് പഠിച്ചു. ബാംഗ്ലൂരുള്ള കോളേജിൽ നഴ്സിംഗ് ചെയ്തു. ദാവങ്കരയിൽ രാഘവേന്ദ്ര എന്ന് പറയുന്ന കോളേജിൽ 2 ഇയേഴ്സ് പൂനെയിൽ വർക്ക് ചെയ്തു. 2020 തൊട്ട് 2022 വരെ പൂനെയിൽ വർക്ക് ചെയ്തു. അവിടുന്ന് ഇങ്ങനെ ഇരുന്നപ്പം ഫസ്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തൊരു ഇന്റർവ്യൂ ആണ് സൗദി ജർമ്മൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിലോട്ടുള്ളത്. നമുക്ക് ഓൺലൈനിൽ ആണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ഓൺലൈനിലും ഉണ്ട്, ഓഫ്ലൈനിലും ഉണ്ട്. നമുക്ക് പോയി അറ്റൻഡ് ചെയ്യാവുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഓൺലൈനിലാണ് അറ്റൻഡ് ചെയ്തത്. എങ്ങനെയാണ് അനിത ഇതിന് അപ്ലൈ ചെയ്തത്? അത് നമുക്ക് അവിടെ നാട്ടിലാണെങ്കിലും ഇതിനായിട്ട് തന്നെ കുറെ ഏജൻസിമാരുണ്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നവര്. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്തതാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി. അപ്പം ഞാനൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ അറ്റൻഡ് ചെയ്ത ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അറ്റൻഡ് ചെയ്തതാണ്. അപ്പൊ അതിൽ കിട്ടിയപ്പം പിന്നെ വേറെണ്ണത്തിൽ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് മടി തോന്നി. പിന്നെ അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം നല്ല ഹോസ്പിറ്റലാണ് പുറത്ത്. സാലറി ആണെങ്കിലും ഹൈക്ക് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം ഉണ്ട്. വേറെ ഹോസ്പിറ്റലിൽ വെച്ച് നോക്കുമ്പോൾ സാലറീസ് ഒക്കെ ഉണ്ട്. പൂനെയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ പൂനെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജസ്റ്റ് നാട്ടിലെ വെക്കേഷന് വന്ന സമയത്താണ് ഇങ്ങനെ ഓഫർ ഉണ്ട്, അപ്പൊ നമുക്ക് 2 ഇയേഴ്സ് തൊട്ട് നമ്മൾ എടുക്കുന്നുണ്ടെന്ന് പറയും. അങ്ങനെയാണ് അറ്റൻഡ് ചെയ്തത്. ഇത് ഏജൻസി ത്രൂ തന്നെയാണ് എപ്പോഴും എല്ലാവരും ഇതിന് ട്രൈ ചെയ്യാറുള്ളത്? അല്ല, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആണെങ്കിലും ഹോസ്പിറ്റലുമായിട്ട് അറ്റൻഡ് ചെയ്ത്. പക്ഷെ അതിന് കുറെ പ്രോസസ്സിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മളെയും കൊണ്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് അതിന്റെ പുറകെ നടന്ന് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആക്കല് ഭയങ്കര പാടാണ്. അപ്പൊ നമ്മളിപ്പം ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ടിരിക്കുവാണ്, ഇതിനു വേണ്ടി തന്നെ ഇറങ്ങിത്തിരിക്കുവാണെങ്കിൽ ഓക്കെ, നമുക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അവിടെ ഈ കൊടുക്കുന്ന പൈസ നമുക്ക് സേവ് ചെയ്ത് നമുക്ക് പോരാം. ഏജൻസിയിലൊക്കെ എത്ര ഫീസ് ഉണ്ടാവും? ഈ ഒരു അത് ഒരു 3 ലക്ഷം 3.5 ലക്ഷം രൂപയൊക്കെ നമ്മൾ ഏജൻസിക്ക് തന്നെയായിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മെഡിക്കൽ എടുക്കുക, നമ്മുടെ പ്രോസസ്സിംഗ് ഒക്കെ അതൊക്കെ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന കാശാണ്. അറൗണ്ട് ഒരു 4.5 ഒക്കെ എങ്ങനെയാണെങ്കിലും നമ്മൾ കയറി വരുന്നതിനാകും. ഏജൻസിക്ക് മാത്രമായിട്ട് നമ്മൾ എങ്ങനെയാണെങ്കിലും മിനിമം ഒരു 3 lakhs കൊടുക്കേണ്ടി വരും. അത് ഗ്യാരണ്ടീഡ് ആണോ? നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ തിരിച്ചു തരും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മൾ ഓൾറെഡി ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. ആദ്യം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലോട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സൗദി ജർമ്മൻ ഹോസ്പിറ്റലിലോട്ടുള്ള ഇന്റർവ്യൂ ആദ്യം അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് പ്രോസസ്സിങ് നമുക്ക് ഒരു പകുതി വരെയൊക്കെ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് വരെ നമുക്ക് കംപ്ലീറ്റ് ആക്കി വെക്കാം. ബാക്കിയുള്ള ഹോസ്പിറ്റൽ സൈഡിൽ നിന്നുള്ളതും ഒക്കെ നമ്മൾ ഇന്റർവ്യൂവിൽ പാസ്സായി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഓഫർ ലെറ്റർ തന്നു കഴിഞ്ഞിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഈ പേയ്മെന്റ് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യണോ അതോ ജോലി കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ ഓരോ ഘട്ടമായിട്ട് അങ്ങനെയാണോ? നമുക്കിപ്പം നാട്ടിൽ വെച്ച് വേണേൽ 2 ഘട്ടമായിട്ടോ അല്ലെ 3 ഘട്ടമായിട്ട് കൊടുക്കാം. പക്ഷെ നമ്മൾ കയറി പോരുന്നതിന് മുമ്പ് നമ്മൾ ഇത് സെറ്റിൽ ചെയ്തിട്ട് വേണം കയറി വരണം. ഇപ്പോൾ ഇവിടേക്ക് ജോലിയായിട്ട് വരുന്ന സമയത്ത് ഇപ്പൊ നഴ്സിംഗ് മേഖലയിലാവുമ്പോൾ അതിന് വേണ്ട എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക, അറ്റസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ 10ാം ക്ലാസ് തൊട്ട് പഠിച്ച് നമുക്ക് ഉള്ള എല്ലാ സർട്ടിഫിക്കറ്റാണ്. 10, +2 നഴ്സിംഗിന് പഠിച്ചത്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ഇവിടുന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വേണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് അത് ബേസ്ഡ് ആണ് നമുക്ക് ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും കിട്ടുന്നത്. അനിത ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ഞാൻ അഡൽട്ട് ICU. അഡൽട്ട് ICU-ലാണ് എപ്പോഴും ഉണ്ടാവുന്നത്. ഇപ്പൊ 6 വർഷമായിട്ട് ICU തന്നെയാണ്. നാട്ടിൽ 2 വർഷവും, ഇവിടെ ഇപ്പം 4 വർഷം ആവുന്നു. എങ്ങനെയുണ്ട് ICU ഒരു എക്സ്പീരിയൻസ്? ICU എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ് കിടക്കുന്നത്. ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിലുള്ള ആൾക്കാരാണല്ലോ. ഇപ്പൊ ICU എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പേടിയാണല്ലോ.
അത്യാവശ്യം നമുക്ക് ഐസിയുല് നമുക്ക് ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യന്റ് നമ്മൾ ക്രിട്ടിക്കലായിട്ട് ഹാൻഡിൽ ചെയ്യണം, ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണം. മീൻസ് ഓരോ സിറ്റുവേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നടക്കാൻ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനായിട്ട് എപ്പോഴും പ്രിപ്പയർ ആയിട്ട് ഇരിക്കണം. ചിലപ്പം നോർമലി കിടക്കുന്ന പേഷ്യന്റ് പെട്ടെന്ന് ക്രിട്ടിക്കലാകാം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പം ഏത് ടൈമിലാണെങ്കിലും നമ്മളത് നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. ഒരു ലൈഫിന്റെ ഡെത്തിന്റെ ഇടയിലുള്ള ഒരു സമയമാണല്ലോ അല്ലേ? ഇങ്ങനെയും പറയാം. കാരണം നമ്മളിപ്പോ ഇന്ന് കാണുന്നവർ ചിലപ്പോൾ നാളെ കാണില്ല എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് ഐസിയുലാണ് ഓൾമോസ്റ്റ് ഒക്കെ നടക്കുന്നത്. വിഷയം ഇന്ന് ചിരിച്ചിരിക്കുന്നവരായിരിക്കും ചിലപ്പോൾ നാളെ നമ്മൾ ഡ്യൂട്ടിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ബെഡ് എംപ്റ്റി ആയിരിക്കാം. അങ്ങനെയൊക്കെ കാണുന്ന ഇഷ്ടമാതിരി സിറ്റുവേഷൻസ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ സൗദിയിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണോ? നല്ല രീതിക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഐസിയുലായി കാരണം നമുക്ക് ഒത്തിരി ഇത് പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളിപ്പം പേഷ്യന്റ് റിലേറ്റീവിനെ അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ചിലപ്പം ലോക്കൽ ആയിട്ടുള്ള റിലേറ്റീവ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലല്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, അവർക്ക് ആകെ അറിയുന്നത് അറബി മാത്രമായിരിക്കും. അപ്പം അവരുടെ ചോദ്യത്തിന് മുന്നിൽ നമ്മൾ നിന്ന് പോകുമ്പോൾ നമുക്ക് തന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കുറയും. അവിടെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവർക്ക് തന്നെ ഒരു ഇത് കിട്ടുവാണ്, ഓക്കെ ഈ സിസ്റ്ററിനെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവം കിട്ടുമ്പോൾ നെക്സ്റ്റ് നമ്മൾ അവരെ തന്നെ ഫേസ് ചെയ്യാൻ വരുമ്പോൾ അതൊരു ഇതാണ്. ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വേണം. കാരണം ഒരു സെൽഫ് കോൺഫിഡൻസ് നിൽക്കണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ സംസാരിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാലും പിടിച്ചു നിൽക്കാൻ പറ്റും. അതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഓക്കെ ആക്കാൻ പറ്റുന്ന ഒരു സംഭവം ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ടതാണ്. പിന്നെ ബാക്കിയുള്ളവർ ഫേസ് ചെയ്യുന്ന അത്രയും നമ്മൾ ഐസിയുല് ഫേസ് ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് ക്രിട്ടിക്കൽ പേഷ്യൻസ് ആയിരിക്കും കിടക്കുന്നത്. ജസ്റ്റ് റിലേറ്റീവിനെ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇതേ ഉള്ളൂ. പക്ഷെ അതും നല്ല ടാസ്ക് ആണ്. ഡോക്ടേഴ്സ് ഇപ്പോൾ നമ്മളെ സീനിയർ ഡോക്ടേഴ്സ് അവരൊക്കെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും? ഇംഗ്ലീഷ് തന്നെയായിരിക്കും? അവർ ഇംഗ്ലീഷിലായിരിക്കും ഓൾമോസ്റ്റ് നമ്മുടെ അടുത്ത്. അത് അവർ ഓൾറെഡി എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ അവർക്ക് നമ്മുടെ അതർ കൺട്രീസിലുള്ള ഇന്ത്യൻസ് അല്ലെങ്കിൽ പാകിസ്ഥാനികൾ വേറെ ഉള്ളവരുടെ അടുത്ത്, ഫിലിപ്പീൻസിന്റെ അടുത്ത് അവർ ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ അവരുടെ നാട്ട് അറബി ഉള്ള ആൾക്കാർ അവരുടെ സംസാരിക്കും. ഇപ്പോൾ സൗദിയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു പൂനെയും സൗദിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡിഫറൻസ് ആയിരിക്കും അനിറ്റക്ക് എടുത്തു പറയാൻ തോന്നുന്ന എന്തെങ്കിലും? വർക്ക് ലോഡ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കൂടുതൽ ഇവിടെയാണ്. നാട്ടിലാണെങ്കിലും നമുക്ക് അത്രയും വർക്ക് ലോഡ് തോന്നുന്നില്ല. വർക്കിംഗ് ടൈം നാട്ടില് 8 hours ആണ്, അല്ലെ 6 hours ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 12 hours ഉണ്ട്. ഇവിടെ എല്ലാം എനിക്ക് തോന്നുന്നത് എല്ലായിടത്തും തന്നെ 12 hours ആണ് നമുക്ക് കിട്ടുന്നത്. 7 to 7 അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതാണ്. ഷിഫ്റ്റ് ഒക്കെ എങ്ങനെ? ഡേ ഡ്യൂട്ടി ഉണ്ട്, നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. 7 to 7 ആണ്. ഡേ കെയറിനെങ്കിൽ 7 to 7, രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം രാത്രി 7 മണി വരെ. അതെങ്ങനെ ഒരു മന്തിന് സെറ്റ് ചെയ്തതിനാ? നമുക്ക് ഓൾറെഡി ഓരോ മന്തിനായിട്ട് ഡ്യൂട്ടി റോസ്റ്റർ നമുക്ക് കാണും. പിന്നെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് നൈറ്റ്, കുറച്ച് ദിവസം ഡേ, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓഫ് അഡ്ജസ്റ്റ് ചെയ്ത് തരും. അത് പേഷ്യന്റ് റേഷ്യോവും സ്റ്റാഫിന്റെ ഇതും അനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഓക്കെ. സ്റ്റേയും ഫുഡും കാര്യങ്ങളൊക്കെ? ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമുക്ക് ഫ്രീ ആണ്. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ അതാണ്. നമ്മൾ എവിടെ വർക്ക് ചെയ്താലും നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. ഹോസ്പിറ്റലിന്റെ അനുസരിച്ചുള്ള ഫുഡും ഉണ്ട് നമുക്ക്. ചില ഹോസ്പിറ്റലിൽ ഇന്ത്യൻസ് ആണ്, നമുക്ക് ഇന്ത്യൻ ഫുഡ്, അറബിക് ഫുഡ്, ഫിലിപ്പീൻസ് ഫുഡ് അങ്ങനെയുള്ള ഇത് നമുക്ക് കിട്ടും. പിന്നെ സ്റ്റേയും അവരുടേതായ സ്റ്റേ ഉണ്ട്. അതിന് നമുക്ക് പ്രത്യേകിച്ച് പൈസയുടെ ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സാലറി അവര് പറയുന്നത്. ഓഫ് ഡേയ്സ് അങ്ങനെ കൃത്യമായിട്ട് ഞായറോ അല്ലെങ്കിൽ വെള്ളി അങ്ങനെ ഉണ്ടോ? നമുക്ക് ഐസിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഓഫ് ഡേയ്സ് ഇല്ല. ചിലപ്പോൾ 2 ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഓഫ് കിട്ടും, അല്ലെങ്കിൽ 3 ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 2 ഓഫ് കിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് വീക്ക്ലി 48 hours ആണ് ഡ്യൂട്ടി ചെയ്യേണ്ടത്. 4 ദിവസം ഡ്യൂട്ടി 3 ഓഫും ആണ് കിട്ടുന്നത്. അത് നമ്മുടെ പേഷ്യന്റ് റേഷ്യോ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ 3 ഡ്യൂട്ടി 1 ഓഫ്, അല്ലെങ്കിൽ 2 ഡ്യൂട്ടി 2 ഓഫ്, അങ്ങനെ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു സാലറി സ്കെയിൽ നേഴ്സിംഗിൽ ഇപ്പോൾ അനിറ്റക്ക് ഒരുപാട് ഫ്രണ്ട്സും ഉണ്ടാവുമല്ലോ. അതിൽ പലതരത്തിലും ആവറേജ് മാറിക്കൊണ്ടിരിക്കാം. ഏറെക്കുറെ ഒരു മിനിമം എത്രയാണ് കിട്ടുന്നത്, ഒരു മാക്സിമം എത്ര കിട്ടുന്നുണ്ട്? എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിരിക്കും. നമുക്ക് മിനിമം 2 years എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ നമുക്കൊരു ഇവിടുത്തെ 4,000-4,500 റിയാലാണ് കിട്ടുന്നത്. അത് ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് ഇരിക്കും. ക്രിട്ടിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ICU, ER അങ്ങനെയുള്ളതിൽ സാലറി സ്കെയിലിന് വ്യത്യാസം കാണും. അതുപോലെ തന്നെ OPD നിൽക്കുന്ന ആർക്ക് വേറേതായിരിക്കും. അങ്ങനെ ഓരോന്നിലും വ്യത്യാസമുണ്ട്. അത് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസും ഡിപ്പാർട്ട്മെന്റുമാണ് നമ്മൾ നോക്കുന്നത്. 2 year എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ 4,000 above ഒക്കെ
നമുക്ക് 4,000 ഞങ്ങൾക്ക് അറൗണ്ട് ഞങ്ങൾ കയറി വരാൻ നേരത്ത് അറൗണ്ട് 5 അടുത്ത് നമുക്ക് കിട്ടും. പിന്നെ ഓരോ ഇയേഴ്സിലും 2 ഇയേഴ്സ് കൂടുമ്പോൾ നമുക്ക് ഇൻക്രിമെന്റ് ഉണ്ട്. പിന്നെ ഓവർ ടൈമിന്റെ ക്യാഷ് നമുക്ക് കിട്ടും. അത് എല്ലാ ഹോസ്പിറ്റലിലും ഇല്ല, പക്ഷെ ചില ഹോസ്പിറ്റലിൽ നമുക്ക് ഇൻക്രിമെന്റ് ആയിട്ടും ഉണ്ട്, ഓവർ ടൈം ചെയ്യുന്നതിന്റെ ഒക്കെ ആയിട്ട് കിട്ടും. ഒരു 1 lakhന്റെ അടുത്തൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് നമുക്ക് പ്രത്യേകിച്ച് വേറെ എക്സ്പെൻസീവ് ഒന്നും ആവുന്നില്ല, ഫുഡിനോ അക്കോമഡേഷനോ ഒന്നും കൊടുക്കുന്നില്ല. ആ പൈസ നമുക്ക് സേവിംഗ് ആയിട്ട് അതും എനിക്ക് തോന്നുന്ന വേറെ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ്. വേറെ കൺട്രിയിൽ GST, ഫുഡ് അക്കോമഡേഷൻ ഒക്കെ നമ്മൾ നമ്മുടെ സാലറിയിൽ നിന്ന് തന്നെ കൊടുക്കണമല്ലോ. ഇവിടെ പിന്നെ അങ്ങനെയുള്ള പരിപാടിയില്ല. സെക്യൂർ ആണ്. സോ നേഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഇതേപോലെ സൗദിയിലേക്ക് കയറി വരുന്ന ആൾക്കാർക്ക് അനീറ്റക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുൻകരുതൽ എടുക്കാൻ അങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടോ? ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് കയറി പോരാൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ജോലി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്ത് ചെയ്തതിനേക്കാളും ഡിഫിക്കൽട്ട് ആയിരിക്കും നമ്മൾ പുതിയൊരു സ്ഥലത്ത് ചെയ്യുന്നത്. കാരണം അവിടുത്തെ നമ്മൾ ആൾക്കാരുടെ കൾച്ചർ പഠിക്കുക, ബിഹേവിയർ പഠിക്കുക, ക്യാരക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം ഉണ്ട്. ഇതൊക്കെ പഠിച്ചു വരാൻ നമ്മൾ ടൈം എടുക്കും. അപ്പം നമുക്ക് എന്തായാലും അത് ആദ്യം നമുക്കൊരു ഡിഫിക്കൽട്ട് ആയിട്ട് തന്നെയാണ് തോന്നുള്ളൂ. പക്ഷെ അത് ഓവർകം ചെയ്ത് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് പ്ലേസ് ആണ് സൗദി അറേബ്യ എന്ന് തോന്നുന്നു, ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും വെച്ച് നോക്കുമ്പോഴും. കാരണം നമുക്ക് സേവിങ്സ് ആണേലും നമ്മുടെ കയ്യിൽ സേഫ് ആണ്, നാടും അതുപോലെ തന്നെ സേഫ് ആണ്. പക്ഷെ ആദ്യം ഒരിച്ചിരി കഷ്ടപ്പെടണം. അതിപ്പോ നമ്മൾ എവിടെ ചെന്നാലും കഷ്ടപ്പെടണം. ആ ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള സ്ട്രഗിള് അതെന്തായാലും നമ്മൾ ഫേസ് ചെയ്ത് ഓവർകം ചെയ്ത് പോയിട്ടേ കാര്യമുള്ളൂ. അത് ചെയ്ത് പോവുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ ലൈഫ് സെക്യൂർ ആണ്. കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും രക്ഷപ്പെടും. ഓക്കെ, സോ താങ്ക് യു അനീറ്റ. നേഴ്സിംഗ് മേഖലയെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ഐഡിയ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ത്രൂ ആണ് നമ്മളോട് അനീറ്റ സംസാരിച്ചത്. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് എപ്പിസോഡ്. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു വെരി മച്ച്.